ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എത്ര ഒറ്റപ്പെട്ടുവെന്ന് കരുതിയാലും നമ്മുടെയൊക്കെ ജീവിതം എല്ലാ ജീവജാലങ്ങളുമായും പരസ്പര ബന്ധിതമാണ്. ആയതിനാൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിക്കുന്ന സമഗ്രമായ ഒരു വിശകലനം ആവശ്യമാണ് എന്ന് ലൗദാത്തോ സിയിലൂടെ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, ഒരു നിശ്ചിത പ്രദേശത്തെ മലിനീകരണത്തിന്റെ കാരണങ്ങൾ തിരിച്ചറിയാൻ ആ സമൂഹത്തിന്റെ പ്രവർത്തനം, സമ്പദ് വ്യവസ്ഥ, പെരുമാറ്റ മാതൃക എന്നിവയെക്കുറിച്ചുള്ള പഠനം ആവശ്യമാണ്. ഒരു സമൂഹത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനായി സാമ്പത്തിക ശാസ്ത്രം ഉൾപ്പെടെയുള്ള എല്ലാ വിജ്ഞാന മേഖലകളെയും ഒരുമിച്ച് കൊണ്ടുവരേണ്ടതും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതും അടിയന്തര ആവശ്യമാണ്. എന്നാൽ നിയമങ്ങൾ നന്നായി തയ്യാറാക്കുന്നതോടൊപ്പം അവ നിർജീവ അക്ഷരങ്ങളായി മാത്രം നിലനിൽക്കുകയാണോ എന്ന് പിന്തിരിഞ്ഞു നോക്കേണ്ടിയുമിരിക്കുന്നു. രണ്ടാമതായി, ചരിത്രപരവും കലാപരവും സാംസ്കാരികവുമായ പൈതൃകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ഘടകങ്ങളാണ് എന്ന് പാപ്പ പഠിപ്പിക്കുന്നു. കാലങ്ങളായി നിലനിൽക്കുന്നവ പൊളിച്ചു കളഞ്ഞ് പുതിയ നഗരങ്ങൾ നിർമ്മിക്കുന്നതിലുമുപരി ഓരോ സ്ഥലത്തിന്റെ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളിക്കുകയും അതിന്റെ തനതായ സത്ത നിലനിർത്തുകയും വേണം. പ്രാദേശിക സമൂഹങ്ങളെ കേവലം ന്യൂനപക്ഷങ്ങളായി കാണാതെ അവരുടെ ഭൂമിയെ ബാധിക്കുന്ന വൻകിട പദ്ധതികളുടെ സംവാദത്തിൽ അവരെ മുഖ്യ പങ്കാളികളാക്കണം. കാരണം അവർക്ക് ഭൂമി ഒരു വ്യാപാര ചരക്കല്ല, പ്രത്യുത ദൈവത്തിൽ നിന്നും അവിടെ വിശ്രമം കൊള്ളുന്ന അവരുടെ പൂർവികരിൽ നിന്നുമുള്ള ദാനമാണ്. മൂന്നാമതായി, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. നഗര നിർമ്മാണത്തിന്റെ ആസൂത്രണം എപ്പോഴും അവിടെ ജീവിക്കാൻ പോകുന്നവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ജനജീവിതത്തിന്റെ ഗുണനിലവാരത്തിനും പരിസ്ഥിതിയോടുള്ള ഇണങ്ങിച്ചേരലിനും കൂടിക്കാഴ്ചയ്ക്കും പരസ്പര സഹായത്തിനും ഉതകുന്നതായിരിക്കണം. നാലാമതായി, പൊതു നന്മ കണക്കിലെടുത്തുകൊണ്ട് ഒരു വ്യക്തിയുടെ അവകാശങ്ങളോടുള്ള ആദരവും സാമൂഹിക സമാധാനവും സ്ഥിരതയും സുരക്ഷിതത്വവും നാം ഉറപ്പാക്കണം. അഞ്ചാമതായി, വാസയോഗ്യമായ ഒരു ഗ്രഹത്തെ വരും തലമുറകൾക്ക് നൽകാൻ വേണ്ട നിർണായക നടപടികൾ നാം ഇപ്പോൾ സ്വീകരിക്കണം. പ്രകൃതി സംരക്ഷണം എന്റെയും കടമയാണ്. ഈ കടമ ഞാൻ ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.